Hi friends, എൻ്റെ പേര് ശ്രീജിത്ത്. വെൽക്കം ടു ഡേ 6 ഓഫ് യൂട്യൂബ് ട്രെയിനിങ് പ്രോഗ്രാം. സോ ഇതൊരു വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ 0 സബ്സ്ക്രൈബേഴ്സ് റേഞ്ചിൽ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് റേഞ്ചിലോട്ട് 45 ദിവസം കൊണ്ട് ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൊണ്ടുവരും. നിങ്ങൾ എവിടെയും പോയിട്ട് ഷെയർ ചെയ്യോ സബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഈ വെബ് സീരീസ് ഫോളോ ചെയ്തോളൂ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമ്മുടെ യൂട്യൂബ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ് എല്ലാം എഴുതിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോനെ കുറച്ചും കൂടി നമുക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന തരത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം, അതേപോലെ കറക്റ്റായിട്ട് നമ്മൾ അതിനെ അസൈൻ ചെയ്യുന്നത് പോലെ നമ്മുടെ വീഡിയോക്ക് കൂടുതൽ വ്യൂസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കി. സോ അതിൽ നമ്മൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നിച്ചിലാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്, നമ്മൾ അതേ ടോപ്പിക്കിലുള്ള വേറെ യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മൾ കാണുക. അതിൽ നിന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ എന്ത് ടെക്നിക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ടാഗ്സ് ഉപയോഗിച്ചിട്ടാണ്, ഏതൊക്കെ കീവേഡ്സിനാണ് ആ വീഡിയോ ടോപ്പ് ലിസ്റ്റിൽ വരുന്നത്. അതായത് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് സെർച്ചിൽ അപ്പിയർ ചെയ്യണം. അതായത് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ വിൻഡോസ് 10 ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് 10 അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ അതിൽ ടോപ്പിൽ വരണം. അപ്പോഴാണ് നമുക്ക് സ്ലോ ആയിട്ട് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടാൻ തുടങ്ങുക. അങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ. സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ ചില ഒരു വീഡിയോ നിങ്ങളൊരു വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ എന്ത് കാരണം കൊണ്ടാണ് ആ വീഡിയോ ടോപ്പിൽ വരുന്നത്, അതേപോലെ ഏതൊക്കെ സെർച്ചിലാണ്, അതിപ്പോൾ ഏതൊക്കെ ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യില്ലേ. സോ ഏതൊക്കെ സെർച്ചിനാണ് ആ വീഡിയോ ടോപ്പിൽ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതേപോലെ അത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലോട്ട് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇതൊരു കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ വീഡിയോ പെർഫോം ചെയ്യുക എന്ന് മനസ്സിലാക്കൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കോപ്പി ചെയ്തു വെച്ച് നമ്മുടെ വീഡിയോ ടോപ്പ് ആവണമെന്നില്ല. സോ അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ഒരു വീഡിയോ നോർമലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതേപോലെ ആ ടോപ്പ് പെർഫോമിംഗ് വീഡിയോൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലും അതേപോലെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോസിന് നോർമൽ വീഡിയോ എത്ര പെട്ടെന്ന് വ്യൂ കിട്ടും അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇതെല്ലാം ചെയ്താലും നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി, അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോയ്ക്ക് എത്ര വാച്ച് ടൈം കിട്ടുന്നു അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടന്റ് വളരെ മോശമാണെങ്കിൽ, കറക്റ്റായിട്ടുള്ള വീഡിയോ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ വീഡിയോസ് സെർച്ചിൽ അപ്പിയർ ചെയ്യും, പക്ഷെ നമുക്കത് ഒരിക്കലും നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടത്തില്ല. സോ കണ്ടന്റിന്റെ ക്വാളിറ്റി അത് വേറെയാണ്. പക്ഷെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ വേറൊരു വീഡിയോന്റെ ഡീറ്റെയിൽസ് എല്ലാം കോപ്പി ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന്. സോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിൽ ഒരു ടൂൾ ഉണ്ട്, അതായത് ക്രോം എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെ ചെയ്യുന്നത്. ആദ്യം ആ ക്രോം എക്സ്റ്റൻഷൻ എങ്ങനെ വർക്ക് ചെയ്തു നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാം. എന്നിട്ട് ഞാൻ അത് എങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് എങ്ങനെ സൈൻ അപ്പ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണം, എന്നാലേ നിങ്ങളുടെ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണണം. സോ എങ്ങനെയാണ് നമ്മളത് ചെയ്യാമെന്ന് ഫസ്റ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് 10 സെർച്ച് ചെയ്യാണ്. സോ അത് സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് വീഡിയോസ് എല്ലാം വരും. സോ അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വീഡിയോ 2.5 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സോ എന്തിനാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ആ വീഡിയോ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ടാഗ് എന്തൊക്കെ കീവേഡ്സാണ് ആ വീഡിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും കൂടുതലായിട്ട് സെർച്ചിൽ അപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ ഒരു ട്യൂബ് ബഡ്ഡി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷൻ ആൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിക്കാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണതും അതേപോലെ നിങ്ങൾ എങ്ങനെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണതും. സോ നമ്മളൊരു ഓരോ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട്, എത്ര കമൻറ്റ്സ്, അല്ലെങ്കിൽ എത്ര ലൈക്സ്, ഡിസ്ലൈക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ആ വീഡിയോ ഏതൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ടാഗ്സ്, അതായത് നമ്മൾ ഈ ടാഗ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മളൊരു വീഡിയോ എന്താണെന്ന് യൂട്യൂബിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ടാഗ്സ്. സോ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ പോയിട്ട് ഇപ്പോൾ ആ ടാഗ്സ് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളൊരു നോട്ട് പാഡിൽ നിങ്ങൾക്ക് ഈ ടാഗ്സ് എല്ലാം നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ റിലേറ്റഡ് ടാഗ്സ് എന്ന സെക്ഷൻ ഉണ്ടായിരിക്കില്ല, അപ്പോൾ അവിടെ നമുക്ക് ഈ ടാഗ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. സോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഏതൊക്കെ വേർഡ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. അപ്പോൾ ഞാൻ കാണിക്കണമെങ്കിൽ ഈ വീഡിയോ ഓരോ കീവേഡ്സിനും എത്രാമത്തെ റാങ്കിലാണെന്ന് കാണിക്കണമെങ്കിൽ ദിസ് വീഡിയോ ഹാസ് ഒരു ക്ലിക്ക് ടു ലോഡ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ. സോ അവിടെ ഞാനത് ക്ലിക്ക് ടു ലോഡ് എന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ കീവേഡ്സിലും ഇതിന് ഏതൊക്കെ പൊസിഷനിലാണ് സെർച്ചിൽ വരുന്നത്. ഇപ്പോൾ നോക്കി കാണാം, ആദ്യത്തെ കീവേഡിന് ആൾക്കാർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ രണ്ടാമത് വരും. അതേപോലെ നാലാമത്തെ നോക്കുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നുണ്ട്. പിന്നെ വിൻഡോസ് 10 അടിക്കുമ്പോൾ 10ാമത്തെ പൊസിഷൻ. സോ നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ ഓരോ കീവേഡ്സിനും എത്രാമത്തെ പൊസിഷനിലാണ് നമുക്ക് മനസ്സിലായി. സോ അത് അനുസരിച്ചിട്ട് നമ്മളൊരു കീവേഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ആ കീവേഡ് ഡിഫിക്കൽട്ടി എത്ര ഉണ്ട് എന്ന് കാണിക്കും. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണോ, വളരെ ഈസിയാണോ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. സോ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഹൈലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ അതേ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യാതെ അതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അവർ റാങ്ക് ചെയ്യാൻ ചാൻസസ് ഉള്ള കുറേ കീവേഡ്സ് നമുക്ക് കിട്ടില്ല. സോ അതെല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും ആഡ് ചെയ്യുക, അതുപോലെ കീവേഡ്സുമായിട്ട് ആഡ് ചെയ്യുക. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ സാധാരണ നമ്മളൊരു എംപ്റ്റി ആയിട്ട് നമ്മളൊരു ടൈറ്റിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈറ്റിൽ എഴുതുന്നതിന് പകരം നമ്മൾ വളരെയധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് നമുക്ക് ബാക്കിയുള്ള ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. ആക്ച്വലി ഈ വീഡിയോ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ടൈറ്റിലൊക്കെ വേറെ ആയിരിക്കും, പക്ഷെ നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്താൽ നമുക്ക് ഇതിന്നൊരു ഐഡിയ കിട്ടും. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ട്രെൻഡാണ്, ഗൂഗിൾ ട്രെൻഡ്സിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അത് ഒരു പെർട്ടിക്കുലർ കീവേഡ് നിങ്ങളെടുത്താൽ ആ കീവേഡിൻ്റെ ഗൂഗിൾ ട്രെൻഡ്സ് കിട്ടും. അതേപോലെ മാപ്പ് ആക്ച്വലി വർക്കാവില്ല, അത് ചിലപ്പോൾ വലിയ കീവേഡ്സിനൊക്കെ അത് വർക്കാവും, വളരെ പോപ്പുലർ ആയിട്ടുള്ള കീവേഡ്സിനെ കിട്ടുള്ളൂ. സോ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറൊരു വീഡിയോൻ്റെ ഇത് കോപ്പി ചെയ്തെടുക്കാം. സോ ഇതൊരു പ്ലഗിനാണ്, അതായത് ആക്ച്വലി ഒരു പ്ലഗിൻ അല്ലെങ്കിൽ ഒരു ക്രോം എക്സ്റ്റൻഷൻ എന്ന് പറയാം. അതിൻ്റെ പേര് ട്യൂബ് ബഡ്ഡി എന്നാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ട്യൂബ് ബഡ്ഡി ക്രോം എക്സ്റ്റൻഷൻ, അത് ക്രോമ അല്ലെങ്കിൽ ഫയർഫോക്സ് ആയാലും ഈ എക്സ്റ്റൻഷൻ വർക്ക് ആകും. സോ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ്റെ ഞാൻ കാണിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് അത് ജസ്റ്റ് റിമൂവ് ഫ്രം ക്രോം എന്ന് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ക്രോം എന്ന് കൊടുക്കണം നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ. സോ ഈ ക്രോം ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ്. അതായത് നമുക്ക് വളരെ ഹൈ എൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ പെയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഈ വർക്കൊക്കെ ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ആഡ് ടു എന്ന് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് പോവുക. ഇപ്പം നമ്മൾ യൂട്യൂബിൽ പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിക്കും, അതായത് റിക്വയർഡ് സൈൻ ഇൻ കാണിക്കും. അതായത് നമ്മുടെ അക്കൗണ്ടും ആ ട്യൂബ് ബഡ്ഡിയായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ ആ ട്യൂബ് ബഡ്ഡിക്ക് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു റെഡ് കളറിൽ അലേർട്ട് എന്ന് കാണിക്കേണ്ടത്, അത് ലിങ്ക് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതോടെ ക്ലിക്ക് ചെയ്യുക. അത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സൈൻ ഇൻ വിത്ത് യൂട്യൂബ് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങളിവിടെ സൈൻ ഇൻ കൊടുക്കുക. സോ അത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഇമെയിൽ ഐ ഡി, നിങ്ങൾ ഏത് ഇമെയിൽ വെച്ചിട്ടാണോ നിങ്ങൾ യൂട്യൂബ് ലോഗിൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു യൂട്യൂബാണ്, ഞാനിപ്പോൾ ഈ ഡെമോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. സോ വൺസ് നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ അത് 2-3 ഓപ്ഷൻസ് വയ്ക്കും. അതായത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാൻ, അതായത് അത് നമുക്ക് ഓക്കെ കൊടുക്കാം. അതായത് നമ്മുടെ വ്യൂസും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പല ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. നമ്മളത് എല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എല്ലാം കോൺഫിഗർ ചെയ്തോളും. സോ അതിപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ക്രോം എക്സ്റ്റൻഷനും നമ്മുടെ അക്കൗണ്ടും തമ്മിൽ ലിങ്കായി. സോ ഇനി നമ്മൾ ജസ്റ്റ് യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഏത് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും ആ വീഡിയോൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ എക്സ്റ്റൻഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിക്കാം. അതായത്
ഇതിപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ എല്ലാം സെറ്റായി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആൾറെഡി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് 10 ഞാൻ സെർച്ച് ചെയ്യാണ്. അതായത് ഒന്നുകൂടി കാണിക്കും. ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഞാൻ ഇതന്നെ നമ്മൾ ചെയ്യണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഏത് വീഡിയോൻ്റെ സക്സസ് ആണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ടേംസ് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ കീവേഡ്സൊക്കെയാണ് ആൾക്കാർ അധികം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യണത്, അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യണത്. സോ നമ്മൾ ഇതേപോലെ നമ്മുടെ വീഡിയോ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ടാഗിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചാൻസ് ആണ് കിട്ടുന്നത്. വീഡിയോസ് ആഡ് ചെയ്യാൻ, വീഡിയോ വ്യൂസ് കിട്ടാൻ നമുക്ക് ചാൻസസ് കൂടുതലാണ്. സോ ഇനീഷ്യലി നമുക്ക് അതാണ് വേണ്ടത്, വ്യൂസാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. സോ എന്നിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ട്യൂബഡി രജിസ്റ്റർ ചെയ്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കി കാണാം, എന്താ ഇപ്പോൾ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ടാഗ്സ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ആ ടാഗ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് ഏത് ടാഗാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ ടാഗിൻ്റെ ഇത് നോക്കുക, അത് ഡിഫിക്കൽട്ടി നോക്കുക. ആ ടാഗ് വളരെ ബുദ്ധിമുട്ടുള്ള ടാഗാണോ, അല്ലെങ്കിൽ കുറച്ച്, കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാഗിന് നമ്മുടെ ഒരു പുതിയ ചാനലാണ് നമ്മുടേത്. അപ്പോൾ അതിന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ നമുക്കത് വ്യൂസ് കിട്ടുന്നില്ല. കാരണം എല്ലാവരും ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് 10 എന്നല്ല സെർച്ച് ചെയ്യാം. പലവരും പല ഡിഫറെൻറ്റ് പാറ്റേണിലാണ് സെർച്ച് ചെയ്യുക. സോ അതുകൊണ്ട് ഒരു വീഡിയോ എല്ലാ സെർച്ച് ടേംസിനും അപ്പിയർ ആകത്തില്ല. സോ അതുകൊണ്ട് നമ്മളത് എന്താ വെച്ചാൽ വളരെ ഹൈ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അവരായിട്ട് കോമ്പറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവരുടെ അവർക്ക് വരുന്ന ട്രാഫിക്കിൽ ഏറ്റവും ചെറിയ അത് കുറച്ച് എളുപ്പത്തിലുള്ള കീവേഡ്സ് എടുക്കുക. ഇപ്പോൾ ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് 10 പകരം നമ്മൾ വിൻഡോസ് 10 ഇൻസ്റ്റാളിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് എടുത്താൽ അതിന് ചിലപ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും. സോ അത് ഉപയോഗിച്ച് നമ്മൾ ആ വേർഡ്സ് നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ടാഗ്സിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി പെട്ടെന്ന് റാങ്ക് ചെയ്യും. അല്ലെങ്കിൽ ഈ കുറേ 2 മില്യനും 3 മില്യനും വ്യൂസ് ഉള്ള വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ റാങ്ക് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വീഡിയോ സെർച്ച് ചെയ്ത് വരുമ്പോൾ അതിൽ റാങ്കിങ്ങിൽ വരുന്ന ആദ്യത്തെ കുറച്ച് വീഡിയോ തന്നെ എല്ലാവരും ഓപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യത്തെ ഒരു 10 സെർച്ച് റിസൾട്ടിൽ നിന്ന് നമ്മൾ ആൾക്കാർ ഓപ്പൺ ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ റാങ്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ നമ്മുടെ അതേ ടോപ്പിക്കിൽ നമ്മുടെ കാറ്റഗറിയിലുള്ള വേറൊരു വീഡിയോ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുമൂലം അവർ യൂസ് ചെയ്യുന്ന അതേ ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോസിന് നമ്മുടെ വ്യൂസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ വ്യൂസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആവുന്നു. സോ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ആ ടൂൾ, അതായത് ട്യൂബഡി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വർക്ക് എല്ലാം ചെയ്യും. സോ എല്ലാം നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സോ ട്യൂബഡി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. സോ ഇതുവരെ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കി, യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി. അതേപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ വേറൊരു വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എങ്ങനെ കോപ്പി ചെയ്യണം നമുക്ക് മനസ്സിലാക്കി. ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് വെറും കമൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാം. അതായത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒറിജിനൽ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ വെറും കമൻസ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ. സോ ഇത് ഞാൻ ആൾറെഡി പറഞ്ഞത് സബ് ഫോർ സബ് അങ്ങനത്തെ മെത്തേഡൊന്നും അല്ല. നമ്മൾ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കമൻസ് യൂസ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന കമൻസ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി കൂടുതൽ വ്യൂസും, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. സോ ഇത് നിങ്ങളുടെ ചാനലിൽ ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് തരാൻ വളരെ സപ്പോർട്ടിംഗ് ആയിരിക്കും. സോ എങ്ങനെ കമൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.